ബൈബിളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ച ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആത്മീയ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മോട് സംസാരിക്കുന്ന രീതിയാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മർമ്മങ്ങൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരധ്യായമാണ് യെഹെസ്കേൽ 16-ാം അധ്യായം. അതിലെ 4-ാം വാക്യത്തിൽ പറയുന്നത്, നീ ജനിച്ച നാളിൽ നിന്റെ പൊക്കിൾ കുടി മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചില്ല, നിനക്ക് ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. ഇതൊന്നും നീ ചെയ്തില്ല എന്നല്ല, നിനക്ക് വേണ്ടി ആരും ചെയ്തു തന്നില്ല. ഇത് അക്ഷരീകമായി ഒരു സ്ത്രീ ഗർഭവതിയായി പ്രസവിക്കുന്നതിനെ അല്ല എന്നത് മുകളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജനന വസ്തുത ഒരു മനുഷ്യന്റെ വീണ്ടും ജനനത്തെ ആണ് പ്രതിപാദിക്കുന്നത്. പാലസ്തീനിയ പാരമ്പര്യത്തിൽ ഒരു സ്ത്രീ പ്രസവിച്ചാൽ, ഒരു ജനനം നടന്നാൽ, ആ കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന 4 പ്രക്രിയകളാണ് ഇവിടെ പ്രവാചകനിലൂടെ നിനക്ക് വേണ്ടി ആരും ചെയ്തു തന്നില്ല എന്ന് ദൈവം പറയുന്നത്. ബൈബിൾ പറയുന്നു, വീണ്ടും ജനനത്തിലൂടെയേ ഒരുവന് ദൈവമകനായി തീരുവാൻ കഴിയുകയുള്ളൂ. വീണ്ടും ജനനത്തിലൂടെയേ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. വീണ്ടും ജനനത്തിലൂടെയേ സ്വർഗീയ നന്മകളുടെ അവകാശിയാകുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ വീണ്ടും ജനിച്ച ഒരാൾക്ക് തുടർന്ന് ചെയ്തു കൊടുക്കേണ്ട അനന്തര നടപടികളാണ്: 1, അവൻ പൊക്കിൾ കുടി മുറിക്കുക. ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെടുന്ന അന്നു മുതൽ 10 മാസം അത് ഉദരത്തിൽ കിടക്കുമ്പോൾ കുഞ്ഞിന് വേണ്ട ഭക്ഷണം എത്തിക്കുന്ന വഴിയാണ് പൊക്കിൾ കുടി. എന്നാൽ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ ബന്ധം വിച്ഛേദിക്കുകയാണ്. ഇത് ഒരാൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അയാൾ പാരമ്പര്യത്തെയും ലോകത്തെയും പഴയ വ്യവസ്ഥയും എല്ലാം മുറിച്ചു മാറ്റി സ്വതന്ത്രമായി ജീവിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. വെള്ളത്തിൽ കഴുകുക, ഇത് വീണ്ടും ജനിച്ചയാൾ സ്നാനപ്പെടണം എന്നതിനെ കാണിക്കുന്നു. ഉപ്പ് തേക്കുക, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന പാരമ്പര്യം ഇല്ല. പക്ഷേ ബൈബിൾ നാടുകളിൽ ഇതുള്ളതാണ്. ഇത് ഉപദേശത്തെ കാണിക്കുന്നതാണ്. ഉപ്പ് തേക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനമാണ്. ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രതിരോധ ശക്തി എന്നുള്ളത് ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, റോമാലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അടുത്തത് തുണി ചുറ്റുക എന്നതാണ്. ഇത് ആത്മീയ നഗ്നതയെ മറയ്ക്കുന്നതിനെ കാണിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർ നഗ്നരായി തീർന്നു. അതുവരെ അവർക്ക് നഗ്നത തോന്നിയിട്ടില്ല. നഗ്നത എന്തെന്നവർ അറിഞ്ഞിട്ടില്ല. കാരണം അവർ തേജസ് ധരിച്ചവരായിരുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പാപം ചെയ്യുമ്പോൾ ഈ തേജസ് നഷ്ടമാകുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കുന്നവരെ അവൻ ഈ തേജസ്സിലേക്കാണ് നടത്തുന്നത്. ഇതെല്ലാം വീണ്ടും ജനിച്ചവർ ചെയ്യണമെന്നല്ല, പിന്നെയോ വീണ്ടും ജനിച്ചവന് വേണ്ടി ചെയ്തു കൊടുക്കണം എന്നത്രേ. അങ്ങനെയെങ്കിൽ മാത്രമേ വീണ്ടും ജനിച്ചതിൻ്റെ പ്രയോജനം അവൻ അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. വീണ്ടും ജനന അനുഭവം പ്രാപിച്ചിട്ട് പല സംവത്സരങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇതുവരെയും ഇതിലൊന്നിനും വിധേയപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അയ്യോ, നിങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ്. പുതിയ നിയമ ശുശ്രൂഷ എന്നുള്ളത് ഇത് ചെയ്തു കൊടുക്കുന്നതാണ്. വീണ്ടും ജനനത്തിന്റെ അനുഭവം പ്രാപിച്ചതുകൊണ്ടായില്ല, പകരമോ ഇതൊക്കെയും ചെയ്തു നൽകി മനോഹര അവസ്ഥയിലേക്ക് നിങ്ങളെ വഴി നടത്തുന്ന പുതിയ നിയമ ശുശ്രൂഷയിൽ, ആ ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം തുടരേണ്ടതാണ്. ഈ കടപ്പാടുകൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ അത് തൻ്റെ ജനത്തിന്, തൻ്റെ സഭയ്ക്ക് അത് ചെയ്തു കൊടുക്കേണ്ടതുമാണ്.